നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡി വി ആറിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പ്, നമ്മൾ ഒരു ഫോണൊക്കെ വാങ്ങുമ്പോൾ ആദ്യം നമുക്ക് ഇനിഷ്യലി കുറച്ച് കോൺഫിഗറേഷനൊക്കെ ചെയ്യേണ്ടതുണ്ടാവും അല്ലേ? അതിൽ പാസ്വേഡ്സ്, സ്ക്രീൻ ലോക്ക് സെറ്റ് ചെയ്യുക, ടൈം സോൺ സെറ്റ് ചെയ്യുക, അത്തരം കാര്യങ്ങൾ. അതുപോലെ നമുക്ക് ഡി വി ആർ വാങ്ങിയിട്ട് അതിൻ്റെ കണക്ഷൻ നമ്മൾ പഠിച്ചിരുന്നു. ക്യാമറ എങ്ങനെ കണക്ട് ചെയ്യേണ്ടത്, മോണിറ്റർ എങ്ങനെ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ നെറ്റ്വർക്ക് കേബിൾ എങ്ങനെ കണക്ട് ചെയ്യണം, അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു. കണക്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ചെയ്യേണ്ട കോൺഫിഗറേഷൻ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ബാക്ക് സൈഡ് നോക്കുക. ഈ കാണുന്ന കണക്ടർ നമുക്കറിയാം BNC ആണ്. HD ക്യാമറകൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അല്ലേ? എത്ര ക്യാമറ ഉണ്ടോ അത്രയും ക്യാമറ ഇവിടെ കണക്ട് ചെയ്തു, പവർ സപ്ലൈ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് സൗണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം നമുക്ക്. ഈ കാണുന്ന രണ്ട് കണക്ടേഴ്സ് മോണിറ്ററിലേക്കുള്ളതാണ്. ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതിയോ. മുകളിൽ കാണുന്നത് VGA എന്ന കണക്ടറും താഴത്തുള്ളത് HDMI യുമാണ്. ഇപ്പോൾ പുതിയ വരുന്ന TV-യിൽ മോണിറ്ററിലൊക്കെ താഴത്ത് കാണുന്ന HDMI കേബിൾ ആയിരിക്കും. പഴയ മോണിറ്ററുകളിലൊക്കെ മുകളിലത്തെ കണക്ടർ ആയിരിക്കും. തൊട്ട് താഴെ കാണുന്നത് USB ആണ്. നമുക്ക് മൗസ് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതിലേക്ക് മൗസ് വെച്ചിട്ടായിരിക്കും നമ്മൾ കോൺഫിഗറേഷൻ ഒക്കെ ചെയ്യുന്നത്. തൊട്ട് മുകളിൽ കാണുന്ന നെറ്റ്വർക്ക് പോർട്ടാണ്. മോഡത്തിൽ നിന്ന് വരുന്ന വയർ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണിത്. ഇത് പവർ സപ്ലൈ ആണ്. നമ്മൾ ആവശ്യമുള്ള പവർ കൊടുക്കുന്നു. ഈ കാണുന്ന പോർട്ട് അടുത്തൊരു USB ആണ്. നമുക്ക് പെൻ ഡ്രൈവോ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കോ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിക്ചറിൽ കാണുന്ന കമ്പോണൻസുകൾ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ക്യാമറ, DVR, പവർ സപ്ലൈ, മോണിറ്റർ. DVRൻ്റെ ഉള്ളിൽ ഹാർഡ് ഡിസ്കും ഉണ്ട്. അപ്പോൾ ഇത്രയും കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ക്യാമറയിൽ നിന്നും പവർ സപ്ലൈയിലേക്കും DVRയിലേക്കും കണക്ട് ചെയ്യാൻ വേണ്ടി സിംഗിൾ കേബിൾ 3+1 കേബിളാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ DVRയിൽ നിന്നും മോണിറ്ററിലേക്ക് ക്യാമറയുടെ കണ്ടന്റ് കാണാനായിട്ട് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കേബിൾ ഒന്നുകിൽ VGA കേബിൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനോട് തൊട്ടടുത്തുള്ള HDMI കേബിൾ യൂസ് ചെയ്യാം. പഴയ മോണിറ്ററുകളിലൊക്കെ VGAയുടെ പോർട്ടുകളേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ വരുന്ന മോണിറ്ററുകളിലും TV-കളിലും ഒക്കെ ആണെങ്കിൽ HDMI പോർട്ടുകളും ഉണ്ടാകാറുണ്ട്. ഇത്രയും നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ DVR ഓൺ ചെയ്യുകയാണെങ്കിൽ മോണിറ്ററിൽ DVRയിലെ ഡിസ്പ്ലേ വരുന്നുണ്ടാവും. അപ്പം ആദ്യം ആയിട്ട് ഓൺ ചെയ്യുമ്പോൾ, പുതിയത് വാങ്ങി ഓൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഇനിഷ്യലി കുറച്ച് സെറ്റപ്പുകൾ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യേണ്ടതുണ്ട്, പാസ്വേഡ്, സ്ക്രീൻ ലോക്ക്, അത്തരം കാര്യങ്ങൾ കുറച്ച് സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ടാവും. നമ്മൾ ഇപ്പോൾ അടുത്ത ഇതിനോട് ചേർന്നുള്ള വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പാണ്. നമ്മൾ സ്ക്രീനിൽ നിന്ന് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു ക്ലാരിറ്റിയുടെ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. DVR ഓണായി വരുമ്പോൾ ആദ്യം കാണുന്ന സ്ക്രീൻ ഇതാണ്. ഞാൻ മോണിറ്ററിൽ നേരിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുകയാണിത്. ഒരു യൂസർ നെയിം കാണുന്നുണ്ട്, അഡ്മിൻ എന്നുള്ള യൂസർ നെയിം. തൊട്ട് താഴത്ത് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ യൂസർ നെയിമിൻ്റെ താഴെ നമുക്ക് സ്ട്രോങ് പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ admin 123 എന്നാണ് പാസ്വേഡ് കൊടുക്കുന്നത്. കൺഫേം പാസ്വേഡിൽ അത് തന്നെ കൊടുക്കുക. ഇവിടെ ഈ ഓപ്ഷനിൽ നോ കൊടുത്താൽ മതി. അത് പാസ്വേഡിൻ്റെ ഇൻഫർമേഷൻ സേവ് ചെയ്യാനായിട്ടാണ് ചോദിക്കുന്നത്. അതിനുശേഷം ഒരു ലോക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ ഫോണിലൊക്കെ ചെയ്യുന്ന കണക്ക് 2 പ്രാവശ്യം കൊടുക്കണം. 2 times ആ ലോക്ക് സെറ്റ് ചെയ്യാം. ഇതായിരിക്കും നമ്മുടെ DVRയിലേക്ക് കയറാനുള്ള പാസ്വേഡ്. ഒന്ന് admin 123 എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ലോക്ക് കൊടുക്കുക. ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുക്കുക. ഇവിടെ ഒരു വിസാർഡിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇത് ടിക്ക് ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം ഓൺ ചെയ്യുമ്പോൾ അത് വരും. ഇവിടെ ടൈം സോണിൽ ആദ്യം നമ്മൾ ടോപ്പിൽ നമ്മുടെ ടൈം സോൺ, മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്ന് പറഞ്ഞ ടൈം സോൺ ഉണ്ടാവും ഇന്ത്യയുടെ. അത് സെലക്ട് ചെയ്യുക. ഡേറ്റും ടൈമും കറക്റ്റാക്കി കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത വരുന്ന 3 സ്ക്രീൻ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെറ്റ്വർക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട. അടുത്ത 3 സ്ക്രീൻ നെക്സ്റ്റ് കൊടുത്ത് വിട്ടാൽ മതി തൽക്കാലത്തേക്ക്. ഇത് അടുത്ത സ്ക്രീന് നെറ്റ്വർക്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആ സമയത്ത് ഇതിനകത്ത് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നതൊക്കെ പറയാൻ പറ്റും. ഇവിടെ എന്തെങ്കിലും കോൺഫിഗറേഷൻ മറന്നാലും പിന്നീട് നമുക്ക് ചെയ്യാം. ഇത് ഹാർഡ് ഡിസ്കിൻ്റെയാണ്. ഹാർഡ് ഡിസ്ക് ഇനിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നുണ്ടാവും. അത് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഹാർഡ് ഡിസ്ക് ഫോർമാറ്റ് ചെയ്യാനാണ്. നമുക്ക് ഇപ്പോൾ തൽക്കാലം നമ്മൾ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് കൊടുത്ത് ഇവിടെ കണ്ടിന്യൂസ് മോഷൻ ഡിറ്റക്ഷൻ കാണുന്നുണ്ടല്ലേ? ഈ കണ്ടിന്യൂസിന് തുടർച്ചയായ റെക്കോർഡിങ്ങും മോഷൻ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ ഒരു അനക്കം ഉണ്ടെങ്കിൽ മാത്രം റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്പേസ് ലാഭിക്കാൻ വേണ്ടി രണ്ടാമത്തെ ഓപ്ഷനാണ് ഓട്ടോമാറ്റിക്കലി വരാറുള്ളത്. വേണമെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാനവിടെ വെറുതെ നെക്സ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറയുടെ ഇനിഷ്യൽ സെറ്റപ്പ് കഴിഞ്ഞു. നമ്മൾ ക്യാമറയൊക്കെ കണക്ട് ആണെങ്കിൽ ഇവിടെ ആവശ്യമുള്ള വീഡിയോസ് ഓരോരോ ക്യാമറയുടെ കാണുന്നുണ്ടാവും. ഇപ്പം ഞാൻ തൽക്കാലം ക്യാമറയൊന്നും കണക്ട് ചെയ്തിട്ടില്ല. DVR മാത്രമേ കണക്ട് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ക്യാമറകൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പിക്ചറിൽ കാണുന്ന പോലെ ഓരോരോ ചാനലിൻ്റെ ഡിസ്പ്ലേ, ഇപ്പോൾ 4 ചാനലാണെങ്കിൽ 4 ആയിട്ട് കാണിക്കും. 8 ചാനലാണെങ്കിൽ 8 പോർഷൻ ഉണ്ടാവും. 16 ചാനലാണെങ്കിൽ അങ്ങനെ ഓരോരോ പോർഷനിൽ കാണുന്നുണ്ടാവും. ഓരോ പോർഷനിലും ഡബിൾ ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ മാത്രം ഫുള്ളായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും. ഇനി നമുക്ക് പഠിക്കാനുള്ളത്
ഈ DVR വൺസ് കോൺഫിഗർ ചെയ്തതിന് ശേഷം ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ? ഇപ്പോൾ നെറ്റ്വർക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനകത്ത് ഡിസ്പ്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ക്യാമറയുടെ അതർ കോൺഫിഗറേഷൻ എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് പുറകെ പഠിക്കാം. ഇത്രയും ദിവസം പഠിച്ച ടോപ്പിക്കുകൾ വെച്ചിട്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ കുറച്ച് പാർട്സ് കയ്യിൽ കിട്ടുകയാണെങ്കിൽ, എക്സാമ്പിൾ കുറച്ച് ഒരു ഹാർഡ് ഡിസ്ക്, ക്യാമറ, DVR, ഒരു മോണിറ്റർ, പവർ സപ്ലൈ, കേബിൾസ്, ഇത്തരം കാര്യങ്ങൾ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ഡിസ്പ്ലേ വരുത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും പഠിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിലോ ഡയറക്റ്റ് കോൾ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ ക്ലാരിറ്റി തരുന്നുണ്ടാവും അതിന്. വരുന്ന ക്ലാസ്സുകളിൽ നമുക്കിതിൻ്റെ അഡ്വാൻസ്ഡ് ടോപ്പിക്, അതർ ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു വരുന്നുണ്ടാവും. നെറ്റ്വർക്കിംഗ്, അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ്. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.